ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലം ഗോധരയിൽ ഒരു വലിയ സമ്മേളനം നടക്കുകയായിരുന്നു. അതിൽ മുഖ്യ അതിഥിയായി എത്തേണ്ടിയിരുന്നത് തിലക് മഹാരാജാണ്. സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്ന മഹാത്മാഗാന്ധി പ്രസംഗത്തിനിടയിൽ പറഞ്ഞു, തിലക് എത്തുന്നതിന് അരമണിക്കൂർ വൈകിയതിനാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അരമണിക്കൂർ വൈകി. ഗാന്ധിജിയുടെ ഈ നിരീക്ഷണം ചരിത്രപ്രസിദ്ധമായി മാറി. സമയത്തിൻ്റെ പ്രാധാന്യവും സമയനിഷ്ഠയുടെ ആവശ്യകതയുമാണ് ഗാന്ധിജി ചൂണ്ടിക്കാണിച്ചത്. ഒരു നേതാവ് അരമണിക്കൂർ വൈകുമ്പോൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന 1000 പേരുടെ അരമണിക്കൂറാണ് നഷ്ടപ്പെടുന്നത്. സമയനിഷ്ഠയും കൃത്യനിഷ്ഠയും ഒന്നു തന്നെയാണ്. അത് അച്ചടക്കത്തിൻ്റെ ആത്മാവാണ്. ടൈം മാനേജ്മെന്റ് ശീലിക്കാത്തവർക്ക് ജീവിതത്തിൽ വിജയിക്കാനാവില്ല. സമയനിഷ്ഠ പാലിക്കുന്നത് മാന്യതയുടെയും സംസ്കാരത്തിൻ്റെയും ലക്ഷണമാണ്. അത് മറ്റുള്ളവരോടുള്ള ആദരവിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും പക്വതയുടെയും അടയാളമാണ്. മറ്റുള്ളവരെയും അവരുടെ സമയത്തെയും മാനിക്കാത്തവരാണ് വൈകിയെത്തുന്നത്. വൈകിയെത്തുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് കരുതുന്നവരുണ്ട്. വൈകിയെത്തിയിട്ട് ഒരു കൂസലുമില്ലാതെ ഇടപെടുന്നവരുണ്ട്. താമസിച്ചെത്തുന്നത് അന്തസ്സായി കരുതുന്നവർ പോലുമുണ്ട്. അവരെ ഓർമ്മിക്കേണ്ടത് അത് ശുദ്ധ അസംബന്ധമാകുന്നുവെന്നാണ്. ചില നേതാക്കന്മാര് വൈകി വേദിയിലെത്തിയിട്ട് വൈകാനുണ്ടായ കാരണങ്ങൾ വളരെ വിശദമായിട്ട് അവതരിപ്പിക്കുന്നു. അങ്ങനെയും അവര് കേൾവിക്കാരെ ദ്രോഹിക്കുകയാണ്. സമയനിഷ്ഠ പാലിക്കുന്നതിൽ പൊതുവെ വിമുഖതയുള്ളവരാണ് ഭാരതീയര്. എന്നാൽ മറ്റു രാജ്യങ്ങൾ അങ്ങനെയല്ല. പല വിദേശ രാജ്യങ്ങളിലും ട്രെയിൻ വരുന്നത് കണ്ട് വാച്ച് കറക്റ്റ് ചെയ്യുന്ന രീതിയുണ്ട്. ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ സമയനിഷ്ഠയുടെ കാര്യത്തിൽ മുൻപിലാണെന്നാണ് കണക്ക്. ജപ്പാനിൽ ഒരു ചടങ്ങിന് 10 മിനിറ്റെങ്കിലും മുമ്പ് എത്തിയില്ലെങ്കിൽ വൈകി എത്തിയതുപോലെയാണ് കണക്കാക്കപ്പെടുക.